എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കുക. വളരെ അനുഗ്രഹീതമായൊരു നല്ല പകൽക്കാലം കർത്താവ് നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. സന്തോഷത്തോടെ ദൈവം തന്ന ബലത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാനും ഒരാരാധനയിൽ സംബന്ധിപ്പാനും നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്ന എല്ലാ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്ന നിമിഷം ദൈവവചനം വളരെ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവേ സഹായിക്കട്ടെ. ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ഇന്ന് പകലും പ്രാർത്ഥനയോടെ വചനങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 28 to 30. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. വളരെ അർത്ഥവത്തായ ആത്മീയ ചിന്തകൾ ഉൾപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് റോമാലേഖനം. ദൈവത്തിന്റെ ദാസനായ പൗലോസ് ദൈവസഭയ്ക്ക് എഴുതിയ സഭയെ ബലപ്പെടുത്തുവാൻ, ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവരെ ബോധ്യപ്പെടുത്തുവാൻ റോമിലുള്ള സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ആദ്യ രാത്രി നമ്മൾ ചിന്തിച്ചത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാറ്റിലും നാം കാണാത്തൊരു നന്മ ദൈവം കാണുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യ രാത്രി ചിന്തിപ്പാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി. തിന്മയെന്ന് നമുക്ക് തോന്നിയാലും, ദോഷമെന്ന് നമുക്ക് തോന്നിയാലും, വേദനയെന്ന് നമുക്ക് തോന്നിയാലും, ഹൃദയഭാരമുള്ള വിഷയമെന്ന് നമുക്ക് തോന്നിയാലും, അതിനകത്ത് നമ്മൾ വിലയിരുത്താത്ത ഒരു നന്മയുണ്ട് എന്ന് ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം നൽകി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. നമ്മൾ ആദ്യ രാത്രി ചിന്തിച്ചത് ഇതാണ്. ആ നന്മ തിരിച്ചറിഞ്ഞ് ആ നന്മ ഞങ്ങളിലൂടെ വെളിപ്പെടുത്തി ദൈവനാമ മഹത്വത്തിനായി ഒരു ജീവിതം കെട്ടുപണി ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ളത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചത് 29-ാം വാക്യമാണ് പ്രധാനമായി. എന്തിനാണ് സകലവും നന്മയ്ക്കായി ദൈവം ചെയ്യുന്നത്? നമ്മൾ തിന്മയെന്ന് തോന്നുന്ന പല വിഷയങ്ങളും നന്മയ്ക്കാക്കി ദൈവം തീർക്കുന്നതിന്റെ പിന്നിലുള്ള പരമപ്രധാനമായ ലക്ഷ്യം ഏതനിൽ നഷ്ടപ്പെട്ട തേജസ് മനുഷ്യന് മടക്കി നൽകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുവിനെ പോലെയാകുന്ന, യേശുവിനോട് അനുരൂപപ്പെടുന്ന, യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്കായി ഒരു ദൈവപൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്നു. ആ പ്രക്രിയ നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണ് തിന്മയെന്ന് നമുക്ക് തോന്നുന്ന, ദോഷമെന്ന് നമുക്ക് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളെയാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മിൽ ഒരു പ്രവൃത്തിയായി വെളിപ്പെടുത്തി യേശുവിനെ പോലെയാകുവാൻ. ഏദൻ തോട്ടത്തിൽ ആദാമിന് ഹൗവയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സ്തോത്രം, പാമ്പിന്റെ രൂപത്തിൽ പിശാച് നഷ്ടപ്പെടുത്തിയ തേജസ് മടക്കി നൽകുവാൻ ഒരു മനുഷ്യന് ദൈവം ഒരുക്കുന്ന പ്രക്രിയകളാണ് ദോഷമെന്നും വേദനയെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന, നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളെന്ന് ഒരിക്കലും ദൈവമക്കൾ മറന്നു പോകരുത്. ഇന്ന് രാവിലെ പ്രധാനമായി 30-ാം വാക്യത്തിൽ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 4 വാക്കുകളാണ് അവിടെ നമ്മൾ ചിന്തിക്കുന്നത്. രാത്രി നമ്മൾ അത് പറഞ്ഞാണ് നിർത്തിയത്. മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന വാക്യം നമുക്കൊന്നും കൂടെ പറയാം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന പദങ്ങൾ ഒന്നും കൂടെ പവർഫുൾ ആയി നമുക്കൊന്ന് പറയാം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ 4 വാക്കുകളുടെ അവസാന വാക്ക്, ഇതിന്റെ അൾട്ടിമേറ്റ് രൂപം എന്ന് പറയുന്നത് ഏദനിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി വരുത്തി യേശുവെ പോലെ, ദൈവത്തെ പോലെ ദൈവമക്കളാകുന്ന ഒരു പ്രക്രിയയിലേക്ക് ഒരു ദൈവപൈതലിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുവാനിടയായിത്തീരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നലെ രാത്രി ചിന്തിച്ചപ്പോൾ ഒരു പദം കൂടെ നമ്മൾ ചിന്തിച്ചു. പിശാചിനോട് ഒരിക്കലും നമ്മൾ തോറ്റുപോകരുത്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ
ജയിക്കുവാനുള്ള ഒരു കൃപ നാം ഈ ദിവസങ്ങളിൽ പ്രാപിക്കണമെന്ന് നമ്മെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ 4 വാക്കുകളിൽ ശാന്തമായി നമുക്ക് അല്പനിമിഷങ്ങൾ സമയം ലഭിക്കുന്നതിനനുസരിച്ച് കടന്നു പോകാം. മുൻ നിയമിച്ചവരെ എന്നൊരു പദത്തിലാണ് പൗലോസ് ആ വാക്യം തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലോക സ്ഥാപനത്തിന് മുൻപ് നമ്മെ തിരഞ്ഞെടുത്തൊരു പ്രക്രിയയെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത് കാൽവറിയിൽ വെച്ചാണോ? ഒരിക്കലുമല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ വെച്ചാണോ? ഒരിക്കലുമില്ല. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് ആദാമിനെ സൃഷ്ടിച്ചപ്പോഴാണോ? അല്ല 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 അല്ല. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് ലോക സ്ഥാപനത്തിന് മുൻപാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട്, മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ഈ പ്രക്രിയ എന്നുള്ളത് ലോക സ്ഥാപനത്തിന് മുൻപ്. ശ്രദ്ധിക്കണം, പാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒരുപക്ഷെ മനുഷ്യൻ വീണുപോകാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടി അറിഞ്ഞ ത്രികാല ജ്ഞാനിയായ ദൈവത്തിന്റെ സ്തോത്രം മുൻകൂട്ടി ഒരു പാപയാഗമായി ഒരു കുഞ്ഞാടിനെ മാറ്റി നിർത്തി. അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തു വെളിപ്പെട്ടത് കാൽവറി ക്രൂശില. ആ കാൽവറിയിലെ ജയമാണ് ആ തേജസ് നമുക്ക് മടക്കി തരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കളെ. ഏദനിൽ 4000 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെടുത്തിയ മഹത്വം കാൽവറിയിലൂടെ ദൈവം നമുക്ക് മടക്കി നൽകി. അതാണ് ഈ കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. ഇന്ന് പകൽ നമ്മളത് ഒരുമിച്ച് ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 4000 വർഷം പിശാച് നഷ്ടപ്പെടുത്തിയ ദൈവത്തിന്റെ തേജസ് മനുഷ്യന് തിരിച്ചു നൽകാൻ കർത്താവ് നൽകിയ വിലയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ മേശയിലേക്ക് പങ്കെടുക്കുമ്പോൾ, കരം നീട്ടുമ്പോൾ ഒരു ദൈവവേദനകത്ത് പറയണം, എനിക്ക് ചിലത് മടക്കി നൽകിയത് ഈ ശുശ്രൂഷയാണ്. എനിക്ക് ചിലത് മടക്കി നൽകിയത് കാൽവറിയാണ്. എനിക്ക് ചിലത് മടക്കി നൽകിയത് കുഞ്ഞാടിന്റെ രക്തമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ അഭിമാനത്തോട് പറയാൻ കഴിയും? നഷ്ടപ്പെട്ടു പോയ ചിലത് മടക്കി നൽകിയത് ദൈവത്തിന്റെ സ്തോത്രം. ആദാമിലൂടെ നഷ്ടപ്പെട്ടു പോയ ചിലത് എനിക്ക് മടക്കി നൽകിയത് അത് ദൈവത്തിന്റെ മഹാദയാണ്. അത് കാൽവറിയിലെ സ്നേഹമാണ്. ഹല്ലേലൂയ. കാൽവറിയിൽ പിടഞ്ഞു മരിക്കുമ്പോഴും ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെ മുഖം ആ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വഴി പോകുന്നവരെല്ലാം അവനെ ദുഷിച്ചു, അവനെ നിന്ദിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നീ ക്രിസ്തുവെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ മരണത്താൽ അല്ലാതെ ഒരു യാഗം പൂർത്തീകരിക്കപ്പെടില്ല. ശ്രദ്ധിച്ചു കേൾക്കണമേ. പഴയ നിയമത്തിൽ കൊടുത്ത യാഗത്തിന്റെ പ്രമാണം മരണത്താൽ അല്ലാതെ ഒരു യാഗം പൂർത്തീകരിക്കപ്പെടുകയില്ല. ആ നിന്ന മുഴുവൻ സഹിച്ചപ്പോഴും സ്റ്റേജിൽ നിന്ന് എന്നെയും ഈ കസേരയിൽ ഇരുന്ന നിങ്ങളെയും ദൈവം ഓർത്തു എന്നുള്ളതും ആ മുഖമൊക്കെ കർത്താവ് മനസ്സിൽ കണ്ടു എന്നുള്ളതുമാണ് നമ്മുടെ അഭിമാനം എന്നുള്ളത്. ഹല്ലേലൂയ. ആ കാൽവറി ക്രൂശിൽ ഇറങ്ങി വരാതിരുന്നത്, ദുഷിച്ചവരെ അപമാനിക്കാതിരുന്നത്, പകരം വീട്ടാതിരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ സ്തോത്രം അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം യാഗമായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ മരണത്താൽ അല്ലാതെ ഒരു യാഗം പൂർത്തീകരിക്കപ്പെടുകയില്ല. അവസാന തുള്ളി രക്തം വരെയും നമുക്ക് ഊറ്റി തന്ന് യാഗമായി തീർന്ന സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് കാൽവറിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ മുന്നറിഞ്ഞത് ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല, 2000 വർഷങ്ങൾക്ക് മുൻപല്ല, ലോക സ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ മുന്നറിയുവാനിടയായി തീർന്നു. അതൊരു പ്രിവിലേജാണ്, അതൊരു ഭാഗ്യമാണ്. ദൈവം നമുക്ക് തന്ന ഒരു പദവിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ലോകത്തെ നിർമ്മിക്കുന്നതിന് മുൻപ് സ്റ്റാൻലി എന്നൊരു പേര് കർത്താവിന്റെ മനസ്സിൽ എഴുതി ചേർത്തത് അത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. ദൈവം നമുക്ക് തന്ന ഒരു ഭാഗ്യമാണ്. അവൻ മുൻ നിയമിച്ചവരെ, നമ്മളെല്ലാം മുൻ നിയമിക്കപ്പെട്ടവരാണ്. നമ്മുടെ പേരെല്ലാം സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ഒരു തലമുറ മുൻപല്ല, 2 തലമുറ മുൻപല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ എത്ര തലമുറകളെ അറിയാം? എൻ്റെ പപ്പയെ എനിക്കറിയാം, എൻ്റെ അപ്പച്ചനെ എനിക്കറിയാം. പക്ഷെ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളിലുള്ള തലമുറ അന്വേഷിച്ചാൽ എനിക്ക് ഒട്ടും അറിയില്ല. അവരുടെ പേര് പോലും എനിക്ക് ഏറിപ്പോയ ഒരു 3 തലമുറ വരെ, ഏറിപ്പോയാൽ ഒരു 4 തലമുറ വരെ, അതിനപ്പുറം പേര് പോലും നമുക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമുക്ക്
അവരെങ്ങനായിരുന്നു, അവരാരായിരുന്നു, അവരെന്തായിരുന്നു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ ജീവിത നാട്ടിൽ അവരാരായിരുന്നു, നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഏറിപ്പോയൊരു 3 തലമുറ വരെ അല്ലേ? ഈ അങ്ങേയറ്റം പോയാൽ പറഞ്ഞു കേട്ട ഒരു 4 തലമുറ വരെ, അതിനപ്പുറം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലോക സ്ഥാപനത്തിനും അതുകൊണ്ട് ഒരു വാക്യം ബൈബിളിൽ എഴുതി വെച്ച, തലമുറ തലമുറയായി അവൻ നമ്മുടെ, ആ വാക്യം ചേർന്ന് പറയുന്നത്, തലമുറ തലമുറയായി അവൻ നമ്മുടെ. തലമുറകൾ എത്ര മാറിപ്പോയാലും ദൈവത്തിന്റെ സ്തോത്രം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വാക്കുകൾ ഇന്നും നിവർത്തിക്കപ്പെടുന്നതിന്റെ അടയാളമാണ് ഈ ഹോളിൽ നമ്മൾ ഇന്ന് രാത്രി കടന്നു വന്നത്. ലോക സ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ കണ്ടു. സ്തോത്രം. നമ്മൾ നന്ദി പറയുമ്പോൾ അതോർത്തും നന്ദി പറയണം. ലോക സ്ഥാപനത്തിന് മുൻപ് കർത്താവ് നമ്മളെ കണ്ടു. ഈ മുന്നറിഞ്ഞവരെയാണ് കർത്താവ് വിളിച്ചത് കേട്ടോ. രണ്ടാമത്തെ പദമാണ് വിളിച്ചു. വിളിച്ചു, മുന്നറിഞ്ഞവരെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. മുന്നറിഞ്ഞവരെ വിളിച്ചു. ഈ പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് നടന്നു കയറുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മുന്നറിഞ്ഞ ഒരാളാ പത്രോസ്. പക്ഷേ ഈ പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് വരുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ഒരു നിരാശയോടെ പത്രോസ് ആ വല ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ടായിരിക്കുമേ. ഒത്തിരി പ്രതീക്ഷയോടെയാണ് രാത്രി കടലിലേക്ക് പോയത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ആ പദം വളരെ ശ്രദ്ധേയമാണ്. മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു മീൻ പോലും ആ വലയ്ക്കകത്ത് കയറിയില്ല. ദൈവത്തിന് സ്തോത്രം. വെളുപ്പിന് ആ ബോട്ട് തീരത്തോട് അടുപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ വലയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാ മുന്നറിഞ്ഞവൻ വിളിക്കാൻ ആ ബോട്ടിലേക്ക് കയറി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് രണ്ടാമത്തെ പ്രക്രിയ. മുന്നറിഞ്ഞ പത്രോസിനെ വിളിക്കാൻ എന്റെ പിന്നാലെ വാ എന്ന് പറയാൻ, ദൈവത്തിന് സ്തോത്രം, വിളിക്കാൻ ആ പടകിലേക്ക് കയറി വരുവാനിടയായി തീർന്നത്. പത്രോസിനോട് ചോദിക്കുക, ഈ പടക് ഒന്ന് തരാമോ? ദൈവത്തിന്റെ സ്തോത്രം. ഈ പടകിലേക്ക് കയറി യേശു വചനം പറയാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും കൂടി. എന്റെ ചിന്ത ഞാൻ പറയാം, ബൈബിളിൽ എഴുതിയിട്ട് എന്റെ ചിന്ത, ആ പ്രസംഗം ഒന്ന് പത്രോസ് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കണ്ണുനീര് മുങ്ങിയ കണ്ണും തകർന്ന ഹൃദയവും കലങ്ങിയ മനസ്സോടെ ഈ വല കഴുകിക്കൊണ്ടിരിക്കുന്ന, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവജനത്തോടൊരു ദൂത് പറയട്ടെ, പ്രസംഗിക്കാനല്ല ആ പടകിൽ കയറിയത്. അതൊരു പദ്ധതി മാത്രമാണ്. പക്ഷെ മുന്നറിയിക്കപ്പെട്ട ഒരാളെ വിളിക്കാൻ, പുറത്തു കൊണ്ടുവരാൻ ആ പടകിലേക്ക് കർത്താവ് കയറുകയാണ്. ആ പ്രിവിലേജ് പത്രോസിന് ദൈവം നൽകി. ഈ പ്രസംഗം ഒരു വാക്ക് പോലും അദ്ദേഹം കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പ്രസംഗം കേൾക്കാഞ്ഞത് കൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത് ആഴത്തിലേക്ക് കർത്താവിന് മനസ്സിലായി, ഇവിടെ ഞാൻ പ്രസംഗിച്ചാൽ ഇതൊന്നും പത്രോസിന്റെ അകത്ത് എന്ത് ചെയ്യത്തില്ല. അപ്പൊ അത് വായിച്ചപ്പോ എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നു, എല്ലാവരുടെ അകത്ത് കയറണം നിർബന്ധമൊന്നും. അപ്പൊ കർത്താവ് പ്രസംഗിച്ചിട്ടും പത്രോസിന്റെ അകത്ത് കയറിയില്ലെങ്കിൽ എനിക്കൊരു എക്സ്ക്യൂസ് കിട്ടി. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം നമ്മൾ പ്രസംഗിക്കുന്നു, എല്ലാവരും എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കണമെന്നില്ല. ഈ ഒരാഴ്ചത്തെ മുഴുവൻ ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും. ചിലർ ഇന്ന് രാവിലെ വല കഴുകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒത്തിരി ചിന്താഭാരങ്ങൾ നമ്മുടെ മനസ്സിന്, സത്യമല്ലേ? സ്തോത്രം. ഹോളിനകത്തിരിക്കുമ്പോൾ ഒത്തിരി ചിന്തകൾ നമ്മളെ ഇങ്ങനെ, ചിലപ്പോൾ ശാരീരിക ക്ലേശങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, മാനസിക സമ്മർദ്ദങ്ങളാകാം, ഓഫീസിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളാകാം, നാളത്തെ കുറിച്ചുള്ള ടെൻഷനുകളാകാം, ദൈവത്തിന് സ്തോത്രം, പുതിയ ലിസ്റ്റ് വരുന്നതിന്റെ ഒക്കെ ആകാം. ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സ്, അല്ലേ? ചിലപ്പോൾ ഈ പ്രസംഗത്തിലെ ഒരു വാക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. കർത്താവിന് മനസ്സിലായി, 2 മണിക്കൂർ ബോട്ടിൽ നിന്ന് പ്രസംഗിച്ചാൽ ഇതൊന്നും അകത്ത് കയറത്തില്ല. പക്ഷെ മുന്നറിഞ്ഞവനാ, വിളിച്ചേ പറ്റൂ. അതിനാ കർത്താവ് ഈ ബോട്ടിലേക്ക് കയറിയത്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ഹോളിൽ വന്നത് വെറുതെ അല്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് ഇവിടെ കടന്നു വന്ന ഒരു ദൈവപൈതലിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ടെൻഷനകത്ത്, മാനസിക സമ്മർദ്ദത്തിനകത്ത് കുടുങ്ങിപ്പോയ പത്രോസ് വചനമൊന്നും അകത്ത് കയറി ആവേശത്തോട് പ്രതികരിക്കാത്തൊരു പത്രോസിനോട് കർത്താവ് പറയുക, ആഴത്തിലേക്ക് ഇറക്കി വലയിടുക. ദൈവത്തിന്റെ സ്തോത്രം. പത്രോസ് പറഞ്ഞു, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അത് നിരാശയാ, അതൊരു സഹതാപമാ, അതൊരു വേദനയാ, അതൊരു നിസ്സഹായാവസ്ഥയാ. എങ്കിലും പത്രോസ് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അത് വിശ്വാസത്തോടെ പറഞ്ഞതൊന്നുമല്ല, ധൈര്യത്തോടെ പറഞ്ഞ
പറഞ്ഞതൊന്നുമല്ല, കർത്താവ് പറഞ്ഞതുകൊണ്ട്. വിശ്വാസത്തോടൊന്നും പറഞ്ഞതല്ല, ധൈര്യം ഉണ്ടായിട്ടും പറഞ്ഞതല്ല, എക്സ്പീരിയൻസ് ഉള്ളത് പത്രോസിന്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തടത്ത് ഇവിടെ വെളിപ്പെടും എന്ന് പത്രോസിന് വിശ്വാസമല്ല. പക്ഷെ പത്രോസ് പറയും, നിന്റെ വാക്കിന്. ആ വാക്ക പത്രോസിന്റെ ചരിത്രം തിരുത്തി എഴുതിയത്. ആ ഒരു കൊച്ചു വിശ്വാസമാണ്. ഹല്ലേലൂയ. അതൊരു 100% വിശ്വാസമൊന്നും ഞാൻ പറയത്തില്ല, ചിലപ്പോൾ 1% അതിനകത്ത് കാണത്തുള്ളൂ. പക്ഷെ ആ 1% പത്രോസിന്റെ ചരിത്രം തിരുത്തിയതെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ചിലർ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഇടപെടുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. വിശ്വാസത്തോടൊന്ന് പറഞ്ഞ്, വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ധൈര്യമുണ്ടായിട്ടല്ല, ബലമുണ്ടായിട്ടല്ല, ദൈവത്തിന്റെ സ്തോത്ര സാഹചര്യങ്ങൾ നോക്കിയാൽ അത് പറയാനൊരു സാധ്യതയുമില്ല. പക്ഷെ അങ്ങനെയുള്ള വാക്കിന് പ്രിയ ദൈവമക്കളെ, സാഹചര്യം നോക്കിയാൽ നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അങ്ങയുടെ വാക്കിന് ഇന്ന് രാവിലെ ഒരു പ്രവചന ശബ്ദം പോലെ ചില ദൈവസഭയിൽ ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷെ അങ്ങയുടെ വാക്കിന് ആ ഒരു 1% വിശ്വാസം, അത് 100 അല്ല, ഒരു തരി വിശ്വാസം. പക്ഷേ എനിക്ക് തോന്നുന്നു കർത്താവ് അതിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. കടുക്, എന്റെ ചിന്ത അങ്ങനെ, സ്വതന്ത്രം, കടുക്, ഒരു ചെറിയ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം പത്രോസിന്റെ ചരിത്രം മാറ്റി. കർത്താവിന്റെ വാക്കിന് വരെയാണ് എന്റെ വിശ്വാസം. ഒട്ടും പ്രതീക്ഷയോടല്ല, കിട്ടിയാ കിട്ടി. എന്റെ അഭിപ്രായത്തിൽ കർത്താവിനെ വിഷമിപ്പിക്കണ്ട, അതുകൊണ്ട് ചെയ്ത. ഇന്നുപോലെ യോഗത്തിന് വന്നു പോകും, ദൈവത്തിന് വിഷമം ആക്കണ്ടെന്ന് വെച്ച് ചിലപ്പോ വന്നതായിരിക്കും. ഹലോ, പക്ഷെ വല ഇറക്കി. ആ വലയ്ക്കകത്ത പെരുത്ത മീൻകൂട്ടം. ഈ വല നിറഞ്ഞപ്പം അത് കീറുമാറായി, പിടിക്കാൻ ബുദ്ധിമുട്ടി. ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കും. ഫോളോ മീ. വാക്കെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഫോളോ മീ, വിളിക്കുക. മുൻ നിയമിച്ചവരെ. സത്യം പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പം പത്രോസിന് അനുഗമിക്കാൻ ഒരു മടിയില്ല. സകലവും വിട്ട്, പടക വിട്ട്, വല വിട്ട്, അങ്ങനെ അനുഗമിക്കാനുള്ള കാര്യം. വിളിച്ചവൻ ആരാണെന്നൊരു ബോധ്യം. വിളിയല്ല വലുത്, വിളിച്ചവനാണ്. എന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് എങ്ങനെ അത് വ്യാഖ്യാനിക്കണമെന്ന് എനിക്കറിയില്ല. വിളിയല്ല വലുത്, വിളിച്ചവനാണ് വലുത്. പലപ്പോഴും കാണാതറിയുന്ന വാക്യം ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ. രാവിലെ ദൈവമക്കളോട് പ്രവചന ശബ്ദം പോലെ ആത്മാവിനെ വിളിച്ച് പറയട്ടെ, വിളിയല്ല വലുത്, വിളിച്ചവനാണ് വലുത്. നമുക്കൊരു ധൈര്യമുണ്ടോ? നമുക്കൊരു ഉറപ്പുണ്ടോ? എന്നെ വിളിച്ചത് ആരാണ്? എന്റെ കൂടെ ഉള്ളത് ആരാണ്? എന്റെ വലകൈക്ക് പിടിച്ചത് ആരാണ്? ഹല്ലേലൂയ. എന്നെ നിർത്തിയത് ആരാണ്? എന്നെ കരുതുന്നത് ആരാണ്? ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽ ധൈര്യമുള്ളവർ, ഉറപ്പുള്ളവർ, ഓ എന്റെ കൂടെയുള്ളത് ആരാണെന്ന് വിശ്വാസത്തിൽ ബോധ്യമുള്ളവർ, ആത്മാവിൽ ദൈവത്തോട് പ്രതികരിച്ച ദൈവത്തെ ആരാധിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന. വിളിയുടെ ആഴം ഇന്നവൻ ദൈവമക്കൾ തിരിച്ചറിയട്ടെ. സത്യം പറഞ്ഞാൽ എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കണമെങ്കിലും
വിളിച്ചത് ആരാണെന്നൊരു ബോധ്യം അവർക്കുണ്ടായി. കടലിനെ നിയന്ത്രിക്കുന്നവൻ. പത്രോസിന് മനസ്സിലായി, കടലിന്റെ അടിത്തട്ടിനെ നിയന്ത്രിക്കുന്നു. ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ചേ, രാത്രിയിൽ ഇല്ലായിരുന്നല്ലോ ഈ മീൻകൂട്ടം, രാത്രി വരയിട്ടിട്ടും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇല്ലാത്തതിനെ ഉണ്ടാക്കിയവൻ, ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയവൻ, ആ കർത്താവ് ഇന്ന് പകലും ഉണ്ടാകും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു വാക്കുകൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ സഹോദരിമാരോട് പോലെ ഒരു ചായ ഇടണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിശ്ചയമായിട്ടും ചായപ്പൊടി വേണം. ചായപ്പൊടി ഇല്ലേ ചോദിക്കും, ചായപ്പൊടി ഇല്ലാതെ ഞാൻ എങ്ങനെ? പഞ്ചസാര വേണം, ഇല്ലാതെ ഞാൻ എങ്ങനെ? പോയി മേടിച്ചോണ്ട് വരാൻ പറയും. അല്ലെ ഇവിടെ ഉണ്ടോ? പക്ഷെ മേടിക്കാതെ ഉണ്ടാക്കുന്ന ഒരാൾ, വാക്കുകൊണ്ട് കൽപ്പിച്ചാക്കുന്ന ഒരാൾ, നിങ്ങളുടെ ഓഫീസിൽ അത് കൽപ്പിക്കാൻ ഇന്നും അധികാരമുള്ള ഒരാൾ, നിങ്ങളുടെ ഏത് ഭാരമുള്ള വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം കൽപ്പിക്കാൻ അധികാരമുള്ള ഒരാൾ, ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു ആരാധന ഈ ഹോളിൽ വെളിപ്പെടുമ്പോൾ സ്വർഗം ചിലത് കൽപ്പിച്ചാകട്ടെ, സ്വർഗം ചിലത് നിയമിച്ചാകട്ടെ, സ്വർഗം ചിലത് എഴുതി ചേർക്കട്ടെ, സ്വർഗം ചിലത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? വിശ്വാസത്തിന്റെ നായകന് പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയ്ക്കൊക്കെ പലതും വിട്ട് ദൈവത്തെ ആരാധിക്കാൻ ഒരു മടിയില്ല. എന്റെ ചിന്ത അവർക്ക് അധികമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വിടാനും എന്തില്ലായിരുന്നു. നമുക്ക് ഒത്തിരിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പലതും വിടാൻ നമുക്ക് പ്രയാസമായിട്ട് തോന്നും. പക്ഷെ അവരെ ആ വിളിയിൽ ഉറപ്പിച്ചത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, വിളിച്ചത് ആരാണെന്നൊരു ബോധ്യം. നമ്മളെ വിളിച്ചത് ആരാണെന്നൊരു ബോധ്യം ഉണ്ടായാൽ നമ്മൾ നമ്മളെ തന്നെ മാറും. കർത്താവിന്റെ പിന്നാലെ പത്രോസ് പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായ ഒരു ചോദ്യം, ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യം, ഞങ്ങളെല്ലാം വിട്ട് നിന്നെ ഞങ്ങൾക്ക് എന്നാ? ആ ചോദ്യം ഏറ്റവും കൂടുതൽ എന്നാ? ഇന്ന് അങ്ങനെയുള്ളിടത്ത് ആള് കൂടുതൽ അല്ലേ? ഡെലിവറൻസ് മീറ്റിങ്ങുകൾ കാണുന്ന ആള് കൂടുതൽ. കാരണം എന്നാ? അവിടെ റോമാലേഖനം പഠിപ്പിച്ചാലൊന്നും ഏക്കുക. കാരണം എന്നാ? അതിനൊരു സമൂഹത്തിൽ നമ്മൾ വന്നിരിക്കുക. വണ്ടി നമ്പർ 8892 എന്ന് പറയുന്നിടത്താണോ ഈ പാവപ്പെട്ട ഉപദേശിയെ പോലെ റോമാലേഖനം പഠിപ്പിക്കുന്നിടത്താണോ ആള് കൂടുന്നത്? നമ്മൾ പറയും ചെയ്യും, നമ്മുടെ ഭാഷക്ക് അങ്ങനെ വെളിപ്പാടൊന്നും 8892 കൃത്യമായിട്ട്. ഹലോ മകളെ, ഞാൻ നിന്റെ വേദന അറിയുന്നെന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഭാഷക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും. ഇതൊരു തന്ത്രപരമായ നീക്കമാണ്, അനേകരെ വഴിതെറ്റിക്കുന്നത്. എസെക്കിയേൽ സാറിന്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. നമ്മളന്ന് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഞാൻ ഓർപ്പിച്ചു. 100 കോടി പേര് സ്വർഗത്തിൽ ചെന്നാലും ഒരാൾക്ക് 400 ഏക്കർ കിട്ടുമെന്ന്. 100 കോടി പേര് സ്വർഗത്തിൽ, എനിക്ക് അറിയില്ല എത്ര പേര് ചെല്ലുമെന്ന്, പക്ഷെ ചെന്നാലും
ഒരാൾക്ക് ഒന്ന് ചിരിക്കാൻ. ഇത് പറഞ്ഞിട്ടും ചിരിച്ചില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇത് കൂടുതലൊന്നും പറയാനുള്ള ആംബിയർ എനിക്ക്. ഒരാൾക്ക് 400 ഏക്കർ കിട്ടും. ദൈവത്തിന് മഹത്വം. ഒരുക്കി വെച്ചതല്ല പലപ്പോഴും നമ്മളെ ആകർഷിക്കുന്നത്. ഇവിടെല്ലോ ഈ ചോദ്യങ്ങളുമായി മുന്നിൽ നിന്ന ഈ ശിഷ്യന്മാർ, അത് പ്രത്യേകിച്ച് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരാണല്ലോ ലീഡേഴ്സ്. ഇവരെ മറുരൂപമലയെ കർത്താവ് കൊണ്ടു. അവിടെ വെച്ച ദൈവത്തിന്റെ തേജസ് ദൈവം വെളിപ്പെടും. ആ ഭൂമിയിൽ ആർക്കും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ വസ്ത്രം വെണ്മയുള്ളതായി മാറി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മേഘത്തിനകത്ത്, തേജസ്സിനകത്ത് മൂടപ്പെട്ട ഒരവസ്ഥ. ഈ തേജസ്സും മഹത്വവും കർത്താവിന്റെ ഗ്ലോറി, കർത്താവ് ആരാണെന്നൊക്കെ മറുപടി വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറയാ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന്. അപ്പൊ തേജസ് കണ്ടവൻ സ്വയം മാറും. താഴെ എന്തോ വരും ചോദ്യം, ഞങ്ങൾക്ക് ഇവിടെ പുള്ളിയുടെ പേര് പോലും മെൻഷൻ ചെയ്തില്ല. എന്നാൽ ആദ്യം പറയേണ്ടത് ആരുടെ പേരാ? 3 കുടിലുണ്ടാക്കാം. ഫസ്റ്റ് പറയുന്നില്ല. സ്വയം എന്ത് ചെയ്തു? ഒന്ന് കർത്താവ്, ഒന്ന് മോശ. എന്നുവെച്ചാൽ ഈ 3 പേരെ കുറിച്ച് അവര് സ്വയം മാറും. അപ്പൊ ചോദിക്കാം, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ? വേണ്ട. കർത്താവിന്റെ മഹത്വത്തിനകത്ത് ഞങ്ങൾ മറഞ്ഞോളാം. ഈ മഹത്വം ശരിക്കും അകത്ത് കയറിയ കർത്താവ് നമ്മൾ മറക്കും, ഹമദ് നമ്മൾ മറക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്തോ പേരിട്ടോ, ആ പേരൊക്കെ നമ്മുടെ കുടുംബവും നമ്മൾ മറക്കും, നമ്മളെ നമ്മൾ മറക്കും. പിന്നെ ഓർക്കുന്ന ആരെ കുറിച്ച് മാത്രമായിരിക്കും? ഓർക്കുന്ന ആരെ കുറിച്ച് മാത്രമായിരിക്കും? കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീ അത്രേ. അവിടെ ഉയരുന്നത് ആരുടെ നാമം മാത്രമായിരിക്കും? അങ്ങനെ ഹോളിനകത്ത് നമ്മുടെ ചിന്തകളൊക്കെ മാറ്റപ്പെട്ട ഇവിടെ കർത്താവ് മാത്രമേ കാണൂ. ഇവിടെ പാസ് കാണത്തില്ല, കൊയർ കാണത്തില്ല, ആരാധിക്കുന്നവർ കാണത്തില്ല, ഒഫീഷ്യൽസ് കാണത്തില്ല, അധ്വാനിക്കുന്നവർ കാണത്തില്ല. ഇവിടെ ആര് മാത്രമേ കാണൂ? അങ്ങനെ ഒരു അനുഭവം കർത്താവേ ഞങ്ങളുടെ സഭയ്ക്കകത്ത് തരണം. അങ്ങ് മാത്രം ഉയർന്നിരിക്കുന്ന, അങ്ങയുടെ മഹത്വം ഉയർന്നിരിക്കുന്ന ആരാധനകൾ അങ്ങേ മാത്രം ഉയർത്തുന്ന അനുഭവങ്ങളാണ്. സ്വയം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും അങ്ങനെ ആത്മീയ ജീവിതം നമ്മളെ തന്നെ മറന്ന് കർത്താവിനെ ഉയർത്തുന്നവരായി സകല വാക്കുകളിലും, സകല പ്രവൃത്തികളിലും, സകല ആരാധനയിലും അവന്റെ നാമം മാത്രം. നമ്മുടെ ടെൻഷനും വേദനകളും ഞരക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഈ 2.5 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കുമ്പോഴെങ്കിലും ഇത് മറക്കാൻ കഴിയും. സ്വതന്ത്രം ഓം ഇതൊക്കെ കൂടെ വരും. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 2.5 മണിക്കൂർ സ്വതന്ത്രം എനിക്ക് മഹത്വം ഒന്ന് കാണും. എനിക്ക് കർത്താവിനെ മാത്രം ഒന്ന് കാണും. എനിക്ക് അങ്ങയുടെ തേജസ് ഒന്ന് അടുത്തറിയണം. എന്റേതായ ചോദ്യങ്ങളും ചിന്തകളും എന്നിൽ നിന്ന് വേർപെട്ട് ഞാൻ അങ്ങയോട് ചേരുന്ന, എന്റെ ഹൃദയം അങ്ങയോട് ചേരുന്ന അനുഭവം ഇതിൽ വെളിപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മുന്നറിഞ്ഞവരെ വിളിച്ചു, പത്രോസിനെ വിളിച്ച് തന്റെ നാമമഹത്വത്തിനായി ദൈവം വേർതിരിക്കുവാനിടയായി. പൗലോസ് പറയുക, വിളിച്ചവരെയാണ് നീതീകരിക്കുന്നത്. നീതീകരണം എന്നൊരു വാക്ക്, ജസ്റ്റിഫിക്കേഷൻ എന്നൊരു വാക്ക് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. കൃപ വന്നു, വിളിച്ചവരെന്ത് ചെയ്തു? കൃപ വന്നു. ഈ വിളിച്ചവരെ നീതീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ന്യായീകരണം എന്നാണ്. എന്താ ന്യായീകരണം? ഇതുപോലെ കർത്താവ് നമ്മളെ ന്യായീകരിക്കുക. ഒരാണ്ടുകൂടെ തെറ്റുപറ്റി, ഒരു വാക്കിൽ തെറ്റുപറ്റി, പോട്ടെ, ഒരാണ്ടുകൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതുകൊണ്ടാണ് ഇന്ന് രാവിലെ
ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് അഭിമാനത്തോടെ ഇവിടെ ഇരിക്കുന്നത് ആരോ നമുക്ക് വേണ്ടി ന്യായീകരിക്കുകയാ, ജസ്റ്റിഫൈ ചെയ്യുക. വിളിച്ചവരെ നീതീകരിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ഓർത്ത് സ്തുതിച്ചില്ലേ? നമ്മുടെ കുറവുകൾ ഉണ്ടായിട്ടും, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടും നമ്മളെ ന്യായീകരിച്ച ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ, പകരം ചെയ്യാതെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്ന വിഷയം. ഒത്തിരി ദൈവത്തെ സ്തുതിക്കേണ്ടത് വെട്ടിക്കളയേണ്ടടുത്ത്, സ്തോത്രം പാപയാഗമായി തീരേണ്ടടുത്ത് ഒരാൾ നടുക്ക് നിന്ന് പറയുക, ഒരാണ്ട് കൂടി, ഒരവസരം കൂടി, ഒരാഴ്ച കൂടി ഹല്ലേലൂയ നമുക്ക് വേണ്ടി ന്യായീകരിക്കുന്ന ഒരു കരമുണ്ട്. ഈ കർത്താവിന്റെ മേശയിലേക്ക് കരനീട്ടം തുടങ്ങുമ്പോൾ ഒത്തിരി നന്ദി പറയണം. കർത്താവേ, പരാജയപ്പെട്ടു പോകാതെ എന്നെ ഈ ദൈവം നിർത്തിയത് എനിക്ക് വേണ്ടി ആരോ ന്യായീകരണം നടത്തിയത് കൊണ്ട്, വാളെന്റെ മേൽ വീഴാതിരുന്നത്, പാപത്തിന്റെ ശക്തി എന്റെ മേൽ വീഴാതിരുന്നത്, ഞാൻ പാപബലിയായി തീരാതിരുന്നത് എന്റെ കർത്താവിനെ ന്യായീകരിച്ചത് കൊണ്ട് സ്തോത്രം. ഞാൻ ഓർക്ക് പണ്ടൊക്കെ പപ്പ അടിക്കാൻ പടിയെടുക്കുമ്പോൾ മമ്മി ഒരു വട്ടം പിടിക്കും. നിങ്ങളുടെ വീടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? അടിയൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അടിക്കാൻ തുടങ്ങി വട്ടം എന്ത് ചെയ്യും? ചിലപ്പോൾ ആദ്യം രണ്ടെണ്ണം കിട്ടും. പക്ഷെ എന്നാലും പോട്ടെ, ഒരവസരം കൂടി. ഇത് മിക്കവാറും എല്ലാ ദിവസവും പറയും. ഞാനിത് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, മമ്മിക്ക് നാണം പോലും തോന്നാറില്ല. എന്നും ഇത് തന്നെ വരും. പോട്ടെ, നാളെ ശരിയായിക്കോളും. നിങ്ങളുടെ മോൻ കണ്ടിട്ട് ഞാൻ ഒരു നാണമില്ലേ എന്നില്ല പറയുന്നത്. ഒരു ദിവസം കൂടെ പോട്ടെ, നാളെ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നത്. പോട്ടെ, ഒരു ദിവസം കൂടി, ഒരാഴ്ച, അത് ഓർത്തെങ്കിലും ഒന്ന് ചിരിച്ചു. ആ സ്നേഹം ഓർത്ത് ആ വിളിയോട് അനുസരണക്കേട് കാണിക്കരുത് കേട്ടോ. അതുകൊണ്ട് പൗലോസ് പറയും, സ്വർഗീയ വിളിക്ക്, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ വിളിക്ക് അനുസരണക്കേട് കാണിപ്പാൻ എനിക്ക് കഴിയില്ല. ആ വിളിയോട് നീതി പുലർത്തി എനിക്ക് കഴിയൂ. ഹല്ലേലൂയ. നമ്മെ ന്യായീകരിക്കുന്ന ഒരു വരമുണ്ട്. എന്തിനാണെന്നറിയാമോ? തേജസ്കരിക്കാൻ. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ ദൈവത്തിന്റെ സ്തോത്രം. ഏതിലെ തേജസ് നമുക്ക് നൽകണമെങ്കിൽ നമ്മുടെ അകത്തുള്ള പാപത്തിന്റെ സ്വഭാവങ്ങളെ എടുത്തു മാറ്റിയാലേ തേജസ്സിന്റെ വസ്ത്രം നമ്മളെ ഉടുപ്പിക്കാൻ പറ്റും. അതിന് ദൈവം നമ്മെ ഒത്തിരി പ്രക്രിയകളിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും. കാരണം ദൈവം അനുവദിക്കുന്ന ശോധനകൾക്കകത്ത്, ഞരക്കങ്ങൾക്കകത്ത്, കണ്ണുനീരിനകത്ത് നമ്മെ ഒരുക്കിയെടുത്ത് തേജസ്സോടെ ഏതനിൽ മുൻനിർത്തിയതുപോലെ തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് വിശദീകരിക്കാൻ എനിക്ക് ടൈമില്ല. കർത്താവിന്റെ മേശ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഒരു നിമിഷം കണ്ണുകളടച്ച്, ഒരുപക്ഷെ പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് ആ വേദഭാഗം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വിളിച്ചത് വൃഥാവായി തീരാതെ ആ വിളിയോട് നീതി പുലർത്തി ഈ തലമുറയിൽ വിശ്വസ്തരായി ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നമ്മളെ ന്യായീകരിക്കുന്ന ഒരു കരമുണ്ട്, നമ്മളെ നീതീകരിച്ച ഒരു കരമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരവസരമായി തീർക്കാതെ കർത്താവേ, വിളിയോട് നീതി പുലർത്തി വിശുദ്ധിയോടെ ജീവിപ്പാൻ, പവിത്രതയോടെ ജീവിപ്പാൻ, നിർമ്മലതയോടെ ജീവിപ്പാനുള്ള കൃപ ഹൃദയങ്ങളൊക്കെ തുറന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു അവസരം കൂടെ എനിക്ക് തന്നത് കർത്താവേ, എന്റെ കഴിവല്ല, ദൈവത്തിന്റെ മഹാദയം. എന്റെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകൾ പറ്റിയിരുന്നു. അതെല്ലാം ക്ഷമിച്ചു ഒരാണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ മുൻപിൽ പക്ഷപാതം ചെയ്ത ഒരു കർത്താവ്.
ആ വിളിയോട് നീതി പുലർത്തുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ നന്മയ്ക്കാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ വെളിപ്പെടേണ്ട നന്മ ഞങ്ങളിലൂടെ വെളിപ്പെടുത്തി തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാനുള്ള ഒരു കൃപ ഇന്ന് പകലും ഞങ്ങളുടെ മേൽ പകരണം. വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും.